രാധിക താനെന്ത് പറയുന്നു? എടോ, അച്ഛന് വേണ്ടി നമ്മളിത് മറച്ചു വെച്ചേ പറ്റൂ. കുറച്ചു നാൾ കഴിയുമ്പോൾ അച്ഛൻ ആരോഗ്യം വീണ്ടെടുക്കുമ്പോൾ നമുക്ക് സത്യമൊക്കെ പറയാം. അത് മതി മോളെ. ഇത്രയും വലിയ ഷോക്കിനോട് പ്രതികരിക്കാനുള്ള അവസ്ഥ അച്ഛനൊന്നും ആവട്ടെ. ചിന്തിക്കാൻ പോലും എനിക്ക് വയ്യ. ഞാൻ സിയോട് സംസാരിച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യട്ടെ. അത് കഴിഞ്ഞ് ബോഡി വിട്ടു കിട്ടിയാല് രഹസ്യമായി നമുക്ക് സംസ്കരിക്കാം. അതുമാത്രമാ ഈ കാര്യത്തിൽ ഇപ്പൊ ഞാൻ കാണുന്ന പോംവഴി. പിന്നെ കുറെ നാളത്തേക്ക് പ്രിയങ്കയെ ആരും തിരക്കാതിരിക്കണമെങ്കിൽ അവളുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നല്ലോ സിനിമ. ഏതെങ്കിലും സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി അവള് നാട് വിട്ടു പോയതാണെന്ന് പറയാം. ഞാൻ സാറിനൊന്ന് കാണട്ടെ. എടോ, വേറെ ഒരു തീരുമാനത്തിനും തന്റെ അച്ഛനെ രക്ഷിക്കാനാവില്ല. നമ്മളിത് ഉൾക്കൊണ്ടേ പറ്റൂ, ഉത്സാഹിച്ചേ പറ്റൂ. അത് മതി മോളെ. എന്തൊരു ഗതികേടായിട്ടാ, എന്തൊരു ഗതികെട്ട മരണോ ഇത്! വല്ലാത്തൊരു വിധിയായി പോയി. മോളെ Yeah.